ഞാൻ മേത്തൊക്കെ ആക്കി ഗൈസ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരുന്ന റൈസ് ഏതാന്ന് പറയാൻ പറഞ്ഞത് നമ്മൾ മന്തി റൈസ് തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി വ്ലോഗും കാര്യങ്ങളൊന്നുമല്ല, സ്കിൻ കെയറും കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ ഒരു മന്തി ഉണ്ടാക്കാൻ പോകണേ, ഒരു കുക്കിംഗ് വ്ലോഗാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കണേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനാണ്ട് ഇവിടെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു മന്തി ഉണ്ടാക്കാമെന്ന്. അപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ്. പിന്നെ ഞാൻ പ്രവീൺ ആൻഡ് പ്രണവിൻ്റെ വ്ലോഗ് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നത്. അപ്പം പെട്ടെന്ന് കുക്കറിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ സോനയും കൂടിയാണ് മന്തി ഉണ്ടാക്കാൻ പോകണേ. നമ്മൾ കുളിക്കാൻ പോയിക്കണം ഗൈസ്. നമ്മളിപ്പോൾ വരും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ സാധനങ്ങളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ട സംഭവം എന്ന് പറയുന്നത് കുക്കറാണ് ഗൈസ്. ഇത് 5 ലിറ്ററാണ് അമ്മ, 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇത്. നമ്മുടെ അമ്മ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് നാളായി, ഓണത്തിൻ്റെ ടൈമിൽ ഞാനൊരു ലുലുവിൻ്റെ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അമ്മ വാങ്ങിച്ച ഹോക്കിങ്സിൻ്റെ കുക്കറാണ് ഗൈസ്. അപ്പം ഇത് നമ്മൾ ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, മന്തി കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ കുക്കർ എടുത്തു. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തത്. 2 കിലോ മൊത്തം എടുത്തില്ല, 1.25 കിലോ ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ച് വാങ്ങിച്ചാണ്. അപ്പം നമുക്ക് ചിക്കൻ ഇടാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് ക്യാപ്സിക്കം ആണ്. അപ്പം നമുക്ക് ക്യാപ്സിക്കം ഇടാം. ഞാൻ ഇടാം. ഇനി അടുത്തത് ഇതൊക്കെ. ഇതെന്താ ബോളാ ഈ സാധനം? ഫ്രൈഡ് ഓണിയൻ അല്ല, ഓണിയൻ ലെമൺ, പിന്നെ മാഗി ക്യൂബ്സ്. അത് കട്ട് ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇടാം ഗൈസ്. ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം അതേപോലെ ഇടാം. സവാള വേണമെന്ന് ഓർത്ത് സവാള അമ്മേനെയും കൊണ്ടൊക്കെ അരിഞ്ഞ് വെച്ചു. ബേ ലീഫ്, പിന്നെ കുറച്ച് എന്തൊക്കെയാന്ന് പറ, ഏലക്ക, ഗ്രാമ്പു, ഇതെന്താണ്? ഇതോ ജാതിപത്രി. പിന്നെ ഇത് ജീരകം, പെരുംജീരകം. അറിയാൻ പല സമയത്തൊന്നും വരുന്നില്ല. ഇനി അടുത്തത് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇത് എത്ര ഇടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ കുറച്ച് 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 മതിയാകുമ്പോൾ പൊറാട്ട കുറച്ച് 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 മതി മതി. ഇതിടാം. അടുത്തത് നെയ്യ് ഇടണം. കുറച്ച് നെയ്യ് ഇടാം ഗൈസ്, കുറച്ച് മതി. കുറച്ച് നെയ്യ് ഇടാം. ബട്ടർ ആയിരിക്കും നല്ലത്. ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് നെയ്യ് ഇടുന്നത്. ഞാൻ അടുത്ത എന്താ മൂടി വയ്ക്കണം. അല്ല, ഇനി നമുക്ക് ഈ സംഭവം തക്കാളി പേസ്റ്റും കൂടി ഇടാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഇട്ടേക്കാം. തുറക്കാൻ പറ്റുന്നല്ലോ. ഇനി നമുക്ക് ഈ തക്കാളി പേസ്റ്റും കൂടി ഇടാം. ഇത്രയും മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചുകൂടി ഉണ്ടായി, അതും കൂടി ഇടാം. ഒരു നുള്ളുപ്പ് ഇടാം കേട്ടോ. ഈ മാഗി ക്യൂബിന് കുറച്ച് ഉപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പ് മാത്രം ഇടാം. ഇത്രയും പേസ്റ്റ് വേണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത്രയും പേസ്റ്റ് ഉണ്ട്. ഇനി കുറച്ച് ഓയിൽ ഇടാം കേട്ടോ. അപ്പം ഞാനാരായി? ഞാൻ പറഞ്ഞതിന് റിപ്ലൈ തന്നില്ലല്ലോ. എന്തെന്നാ ഇത്രയും പേസ്റ്റ് വേണ്ടായിരുന്നു? അത് കുഴപ്പമില്ല. ഇതെന്താണ് എന്താ ഇത്? വേണ്ട. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ നല്ലോണം മിക്സ് ചെയ്യാം ഗൈസ്. മസാലയും ഗരം മസാലയും കുറച്ച് ഇട്ടേക്കാം. മഞ്ഞൾപ്പൊടി ഗൈസ് ഒന്ന് എടുത്തന്നെ കയ്യിലായി. ഇനി മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി 1 സ്പൂണ്. കാശ്മീരി മുളക് പൊടിയാണോ? കുറച്ച് നല്ല കളർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു 1 ടീസ്പൂൺ മതിയാവും. മതി.
കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാല ഇടാം. അപ്പൊ ഗരം മസാല ഉണ്ടോ ഇവിടെ? അതിലുണ്ടായിരുന്നല്ല നമ്മള് വാങ്ങിച്ചത്. അവിടെ ഉണ്ടല്ലോ ഒരു ചിക്കൻ മസാല ഇവിടെ ഇല്ലേ? ദേ സോന എടുക്കണത്. അത് ഗരമല്ലേ? അത് ഗരം മസാല മാത്രം ഇടല്ലേ, ചിക്കൻ മസാല വേണ്ട. ഗരം മസാലയാണ് ടേസ്റ്റ്. സോ നമുക്ക് ഗരം മസാല ഇടാം. മൊത്തം കമത്തല്ലേ കേട്ടോ. വരട്ടെ. ഇത് ബ്ലോഗാണ്. ഇത് ഇടയിൽ ഈ ക്യാമറമാനാണ് ഈ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ക്യാമറമാനെ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചത് കൊടുക്കണേണ് ഗൈസ്. കുട്ടി വെള്ളത്തിൽ ചാടുമ്പോ ക്യാമറമാനെ ചാടണം. അപ്പൊ മിക്സ് ചെയ്യുമ്പോ ഇങ്ങോട്ടും വരണം. സംജ 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 വഴക്കിട്ട് പോയി ക്യാമറമാൻ. ക്യാമറമാൻ്റെ ക്യാമറ എടുക്കല് ശരിയല്ല ഗൈസ്, അതുകൊണ്ട് ക്യാമറമാൻ വിരമിച്ചു. ഓക്കെ, നമുക്കിനി ഇത് ഒരു വിസിലടിക്കണ വരെ വേവിക്കാം. ചുമയാണ് ഗൈസ്. ഇത് കോളാക്കി ഗൈസ്. സവാള ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് സവാള എനിക്ക് സവാള ഇല്ലാണ്ട് ചിക്കൻ കറി വെക്കണത്, ചിക്കൻ കറിയല്ല നമ്മൾ മന്തിയാണ് ഉണ്ടാക്കണത്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ചിക്കൻ വെക്കുമ്പോ സവാള എങ്ങനെയെങ്കിലും കുറച്ച് വേണം. അതുകൊണ്ട് സവാള ഉണ്ടായിട്ടോ മന്തിയിൽ സവാള ഒന്നും ഇടാറില്ല. ഓക്കെ, പക്ഷെ ഇത് എന്താവോ എന്തോ ഇല്ല കുഴപ്പമില്ല, സവാള ഇതായി പോവില്ലോ. അടക്കി അടച്ചോ? അടച്ച്. ഓ എന്ത് സിമ്പിളാ. കുളിക്കണ്ടായിരുന്നു, കുളിച്ചിട്ട് ചുമ വരുന്നു. ഓക്കെ, നമുക്കിനി ഒരു വിസിൽ അടിക്കണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. എന്താണിത്, വിസിലടിച്ചാണോ നീ? ഓക്കെ, ഇത് നമ്മൾ വെച്ചേക്കണത് ബിരിയാണി, നമ്മൾ മന്തിക്കുള്ള ഇതാണ് കേട്ടോ. എന്താണ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചാണ്. അപ്പൊ നമുക്ക് ഇനി ഇതൊരു വിസില് വരട്ടെ. എന്താ കുറച്ച് വൃത്തിയിലാണ്. ഓക്കെ, ഇനി ഒരു വിസില് വരട്ടെ ഗൈസ്. എന്താ സോന ഉണ്ടാക്കുന്നേ? എന്ത് പേസ്റ്റ്? ടൊമാറ്റോ ചട്നി അല്ല, ടൊമാറ്റോ ചട്നി നമ്മുടെ മന്തിയുടെ ചട്നി. ഓക്കെ, അപ്പോൾ ഇനി തക്കാളി കഴിഞ്ഞു. ഇനി സവാള ഒരു പിടി ഇടണം. ഒരു പിടി സവാള ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരു പിടി സവാള ഇട്ടാൽ മതി. പിന്നെ മല്ലിയില കഴുകി വെച്ചതാ. മല്ലിയില മുറിച്ചെടുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. എനിക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചെറുതിൽ എനിക്ക് മല്ലിയില കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമല്ലേ? ഈ രസത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മല്ലിയില കഴിക്കില്ലേ? എനിക്കിഷ്ടം മല്ലിയില. പണ്ട് ഒട്ടും ഇഷ്ടമല്ലേ, നമ്മള് മാറ്റി വെക്കും മല്ലിയില. നമ്മൾ മാറ്റി വെക്കുമല്ലേ എടുത്ത്. അമ്മ പണ്ട് മല്ലിയില സാമ്പാർ ഉണ്ടാക്കില്ലേ, മല്ലിയില ഇട്ട്. വലിയ കുക്കിങ്ങിലാണ് അതെ. എന്താ ഉണ്ടാക്കുന്നേ? പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോ ചട്നി പേസ്റ്റ്, തക്കാളി പേസ്റ്റ് പറഞ്ഞത്. ഇവിടെയൊക്കെ വൃത്തിയാക്കി വൃത്തികേടാക്കി ഗൈസുകള്. അവൾ എന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നല്ല കുട്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഉണ്ട്. മല്ലി അല്ല എന്താണ് ആ സാധനം വെളുത്തുള്ളി. ഇതിന് മൂർച്ചയില്ല കേട്ടോ. കൈ മുറിക്കല്ലേ. ഇപ്പൊ കുറച്ച് അത്രയൊന്നും വേണ്ട, കുറച്ച് മതി. കുറച്ച് വെള്ളം ചേർക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കാം ഗൈസ്. ഇത് എല്ലാ സ്ഥലത്തും നോക്കി ഗൈസുകള്. അതെന്താന്നറിയോ, ഇത് ഫുള്ള് നീ വെച്ചു, കൊറേ ഉണ്ടായിരുന്നില്ലേ, അത് അടയ്ക്കണേന്റെ അല്ല, അതൊക്കെ നമ്മൾ മൊത്തം സാധനം മേത്തൊക്കെ ആക്കി ഗൈസ്. പറഞ്ഞില്ലേ, ഇത് ഇതിന്റെ പ്രശ്നമല്ല. അത് കുറച്ച് മാറ്റി എന്നിട്ടായിരിക്കും. ഞാനല്ല അമ്മേനോട് ഞാനല്ല. കുറച്ച് മാറ്റി.
പാരട്ടെ. ഇതിലേക്ക് ഒഴിച്ചോ. ഇതുകൊണ്ടാണ് നമുക്ക് തിന്നടേ. അതെ, കുറച്ച് വെള്ളം കൂടി ചേർത്തോ. എടി ഇതാടി നമ്മുടെ മന്തിയുടെ ടേസ്റ്റ്. ചട്നി കുറച്ചും കൂടെ അരപ്പാവാമായിരുന്നു. അത്രയും മതി. നമ്മൾ കഴിക്കാൻ നോക്കണ്ടേ ആദ്യം. ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് നല്ലതാ. ഇവിടെ റെഡി ആയിട്ടുണ്ട് പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ്. എന്താ അത് വേഗം. അപ്പൊ ഗൈസ് നമ്മള് 4 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പൊ 4 ഗ്ലാസ് അരിക്ക് ഓരോ ഗ്ലാസ്സിനും 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ 6 ഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ സാധനം നാരങ്ങ, പിന്നെ ഈ ഉണക്ക നാരങ്ങ, പിന്നെ കുറച്ച് ജീരകം കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ കുരുമുളക് വേണമായിരുന്നു. കുരുമുളക് ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങാൻ മറന്നുപോയി ഗൈസ്. ഇവിടെ കുരുമുളകും തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുരുമുളക് സ്കിപ്പ് ചെയ്തേക്കാണ്. അപ്പൊ നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഇടാം. ഓരോന്നോരോന്ന് ഇടാൻ കുഴപ്പമില്ല. ഇനി ഇടാവുന്നതാണ്. കുറച്ച് ഉപ്പ്. ഈ ഉപ്പിട്ടില്ല. അരിക്ക് വേണ്ട ഉപ്പ്. എനിക്ക് കയ്യിലാണ് കേട്ടോ അളവുള്ളത്. എനിക്ക് സ്പൂണിലുള്ള അളവ് എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഉപ്പിൻ്റെ അളവ് എടുത്താലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആവേ ഉള്ളൂ. ഇങ്ങനെ സ്പൂണിലൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, സ്പൂണിൽ എടുക്കുമ്പോൾ കുറേ കൂടി പോകണം, കുറഞ്ഞ പോകണം എന്നൊക്കെ ഉള്ള ഒരു ഫീൽ വരും. അപ്പം ഞാൻ കയ്യിലാണ് എപ്പോഴും എടുക്കാറ്. ആരൊക്കെയാണ് ഈ കയ്യിൽ ഇതേപോലെ എടുത്ത് ഉപ്പ് ഇടണേന്നൊന്ന് പറയണേ, കമന്റ് ബില്ലോ. അതെ, കമന്റ് ബില്ലോ. നമുക്ക് റൈസ് ഞാനൊരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ച റൈസാണ്. നമുക്ക് ഇട്ട് കൊടുക്കാം. അയ്യോ, എനിക്ക് റൈസ് ഇടാൻ പേടിയാ. ഞാനിടാം. നീ ഇട്ടോ. ഞാൻ തിളച്ച വെള്ളമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ സോനക്ക് കൊടുത്തു. നീയല്ലേ പറഞ്ഞേ നിനക്ക് ഇടണോന്ന്. ഇട്ടോളൂ. എനിക്ക് പേടിയാ വെള്ളത്തിലിടാൻ. വേഗം ഇട്. എന്താ അങ്ങനെ ആ വെള്ളത്തെ പറ്റി ഇടരുത്. വെള്ളം കളയണം. നമ്മളെന്ത് ചെയ്യണം അത് ഇട്ടങ്ങോട്ട്. ഇതിന് നമുക്ക് 80% കുക്കാവണം. ഇളക്കിക്കൊണ്ടിരിക്കാം ഗൈസ്. ഇളക്കിക്കൊണ്ടിരിക്കല്ല, വെറുതെ വെച്ചാൽ മതി. 80% കുക്കാവണം. ഓക്കെ, അതാ 80% കുക്കാവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ബോളല്ലേ. തുറക്കട്ടെ ഗൈസ്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിരുന്ന റൈസ് ഏതാന്ന് പറയാൻ പറഞ്ഞു. നമ്മൾ മന്തി റൈസ് തന്നെയാണ് കേട്ടോ എടുത്തിരുന്നത്. അപ്പൊ റൈസ് ഇവിടെ ആയിട്ടുണ്ട്. ഒരു 80% കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. നല്ല മണമുണ്ട്. കൊള്ളാം. നല്ല സ്റ്റോക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് നല്ലോണം നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ട്. പൂറ്റി എടുക്കാം നമുക്ക് സ്റ്റോക്ക്. നീ ഒതന്റിക് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രവീൺ പറഞ്ഞോണ്ടല്ലേ? അതെ, എനിക്കത് ഇപ്പൊ വായിൽ വന്ന ആ വീഡിയോ കാണുന്നോണ്ടേ എല്ലാത്തിനും നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റാം. താഴേക്കും ഒരു അടിമ പിടിച്ചത് ഇവിടുന്ന് ചൂട് ഒഴിച്ചു കഴിഞ്ഞാൽ പുള്ളില്ലേ ഒതന്റിക്കായി ചിന്തിക്കും. നമ്മൾ ഇത്രയും സ്റ്റോക്കാണ് എടുത്തേക്കണേ. കുറച്ച് സ്റ്റോക്ക് അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാല് റൈസ് ഒന്നും കൂടി ഇട്ട് നമ്മൾ ഇതിൽ വേവിക്കുമല്ലോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് കുറച്ച് സ്റ്റോക്ക് അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചു ചൂടാന്ന് മറന്നുപോയി. ഗൈസ്. ഇനി നമുക്ക് ഈ റൈസ് ഇതിലേക്ക് തട്ടാം ഗൈസ്. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. ഓക്കെ, ഇതിലേക്ക് തട്ടാം. തട്ടാട്ടോ നമുക്ക്. ഇനി നമുക്ക് ഞങ്ങളിതിൽ കുറച്ച് ഞങ്ങളുടെ രീതിയിൽ മല്ലിയില ഇട്ടു കേട്ടോ ഗൈസ്. അതാണ് ഇടയിൽ മല്ലിയില ഇഷ്ടമുള്ള ഫാമിലിയാണ് ഞങ്ങൾ. സവാള ഇഷ്ടമുള്ള ഫാമിലിയാണ്. ഇനി കുറച്ചിട്ട്
ബിരിയാണി മസാല വല്ല പറഞ്ഞോ? കിട്ടും. അപ്പൊ പിന്നെ ബിരിയാണി ആയി പോയില്ലേ, മന്തി അല്ലേ വേണ്ട. എന്താ സൂര്യ. പിന്നെ ഇതിന് വലിയ കളറൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങള് കളർ ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് സ്റ്റോക്ക് ഒഴിക്കാം. പച്ചമുളകും കൂടി നമുക്ക് കുത്തിക്കേറ്റി വെക്കാം കേട്ടോ. അതെന്താ ക്യാൻഡിലാ ഇരുന്നോട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഇടാം. ഈ ബോള് എനിക്ക് ഇഷ്ടമാണ്. ബോള് നമുക്ക് പുറത്തായി, കുഴപ്പമില്ല. നമ്മൾ ഈ മൂലയ്ക്കൊക്കെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിടണം. അത് ഫുള്ള് ഒഴിച്ചു. ഞാൻ ഇതിനകത്തായിട്ട് കുത്തുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്താണ് റെഡിയായിട്ടുണ്ട്. നല്ല മണമുണ്ട്. ക്യാപ്സിക്കത്തിന് മണം കുറച്ചും കൂടി എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് ഇതിലേക്ക് തട്ടാം ഗൈസ്. ചിക്കൻ സിക്സർ അടിച്ചു ഗൈസ്. ബിരിയാണി കുഴിമന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മന്തി. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ടൊമാറ്റോ ചട്നി പിന്നെ മിൽക്കും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ എഗ്ഗ് തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ മിൽക്കും കൊണ്ട് ഒരു മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇപ്പം നമുക്ക് കഴിച്ച് നോക്കാം. ചോറ് കുടിച്ചിട്ട്